സൈനികർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സ്വാഭിമാന യാത്രയുടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷയായി പ്രിയ ടീച്ചറിനെ ജില്ലാ സംയോജിത ഹിമാലയത്തിൻ താഴ്വരയിൽ വളരെ സുപരിചിതയാണ് ടീച്ചർ. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരി കൂടിയാണ്. ടീച്ചറിനെ ഈ പരിപാടിയിലേക്ക് ആ സിന്ദൂരം പണയം വെക്കേണ്ടി വന്ന, ആ സിന്ദൂരം മായ്ക്കേണ്ടി വന്ന അമ്മമാരുടെ മാനത്തിന് അത് എന്തുമാത്രം ഈ രാഷ്ട്രം വില കൊടുത്തു എന്നതിനാണ് ഈ ഒരു ഓപ്പറേഷൻ ഇട്ട പേര് ഓപ്പറേഷൻ സിന്ദൂർ. എത്ര ബ്രഹ്മോസ് മിസൈലുകൾ പോയി നമുക്കതറിയണം. എന്തൊക്കെ സംഭവിച്ച ഒരൊറ്റ പേരിൽ ഭാരതത്തിലെ അമ്മമാരുടെ യശസ്, ഭാരതത്തിലെ അമ്മമാരുടെ അഭിമാനം, ഭാരതത്തിലെ അമ്മമാരുടെ സന്തോഷം അത് ആകാശത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതാണ് സത്യം. കാരണം ഇതെന്തിനാണ് ഈ അക്രമം നടത്തിയത്? ഇവിടുത്തെ അമ്മമാരുടെ മാനം കാക്കാൻ, ഭാരതാംബയുടെ മാനം കാക്കാൻ. അമ്മമാരുടെ മുഖത്തെ സിന്ദൂരം മാഞ്ഞപ്പോൾ മുഖത്തെ തെളിച്ചം പോയിരിക്കുക ഭാരത മാതാവിന്റെയാണ്. അടുത്തതായി നമുക്കിവിടെ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി ബിന്ദു മോഹനാണ്. ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തി. നമ്മൾ അമ്മമാരുടെ സഹോദരനായി മാറി, മാനം കാക്കാനുള്ള സഹോദരനായി മാറി. എന്താണ് ഒരു സഹോദരൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കെല്ലാം കാണിച്ചു തന്നുകൊണ്ട് ആ അമ്മമാരുടെ സഹോദരനായി മാറി. മഹിളാ സമന്വയം ഇത്തരം ഒരു സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളമൊട്ടാകെ ഭാരതത്തിന്റെ സ്ത്രീകളെ, ഭാരതം എന്ന് പറയുന്നത് അമ്മയാണ്. ഭാരത അവസ്ഥ നമ്മുടെ ഒരു സഹോദരന്മാർക്കും ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ മുമ്പേ ഭീകരാക്രമണം അടക്കം നമുക്കറിയാം. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ ധീരമതാണ്. ഭാരതത്തിന് ഭീകരവാദികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഭാരതം ലോകത്തിന്